കഴിഞ്ഞ കാൽ നൂറ്റാണ്ടിൽ മലയാളത്തിലിറങ്ങിയ ഏറ്റവും ശ്രദ്ധേയമായ കൃതികളുടെ പട്ടികയിൽ സുഭാഷ് ചന്ദ്രൻ്റെ മനുഷ്യന് ഒരാമുഖം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തുണ്ട്. വാസ്തവത്തിൽ ഈ കാലഘട്ടത്തിൽ മലയാള സാഹിത്യത്തിൽ ഇറങ്ങിയ ഒരു ക്ലാസിക് ആണ് സുഭാഷ് ചന്ദ്രൻ്റെ ഈ പ്രഥമ നോവൽ. 2010 ഈ നോവൽ ഇറങ്ങുന്നത്. സുഭാഷ് ചന്ദ്രന് 40 എത്തിയിട്ടേ ഉള്ളൂ. ഇതിനകം 1,00,000-ലേറെ കോപ്പികൾ വിറ്റഴിഞ്ഞു എന്നതിന് പുറമെ മലയാളത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ബഹുമതികളും ഈ നോവൽ ഇതിനകം കരസ്ഥമാക്കി കഴിഞ്ഞു. കേരളത്തിൽ മാത്രമല്ല, കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, ഓടക്കുഴൽ അവാർഡ്, വയലാർ അവാർഡ്, ഇങ്ങനെ ഇത്രയധികം പുരസ്കാരങ്ങൾ ഈ കാലഘട്ടത്തിൽ നേടിയ അധികം കൃതികളില്ല. മലയാള സാഹിത്യത്തിൽ ഒ. വിജയനും ആനന്ദിനും എം. മുകുന്ദനുമൊക്കെ ശേഷമുള്ള തലമുറയിലെ ഏറ്റവും പ്രാമാണികനാണ് സുഭാഷ് ചന്ദ്രൻ. അവരെപ്പോലെ അവരുടെ പ്രധാനപ്പെട്ട കൃതികൾ, ഖസാക്കിൻ്റെ ഇതിഹാസം 1960-കളുടെ അവസാനം ഇറങ്ങുമ്പോൾ വിജയന് 40 എത്തിയിട്ടില്ല വയസ്സ്. ആനന്ദ് ഏതാണ്ട് 30-കളിലായപ്പോഴാണ് ആനന്ദിൻ്റെ ആൾക്കൂട്ടം എന്ന നോവൽ ഇറങ്ങുന്നത്. മുകുന്ദനും 30-കളിലായിരുന്നപ്പോഴാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന ക്ലാസിക് ഇറങ്ങുന്നത്. ഇതുപോലെ മലയാളത്തിലും ഇറങ്ങിയ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികളിൽ ഏറ്റവും ചെറുപ്പക്കാരനായ ഒരു സാഹിത്യകാരൻ്റെ കൃതി എന്ന് വിളിക്കാവുന്നതാണ് ഈ പുസ്തകം. വയലാർ അവാർഡ് നേടിയ ഏറ്റവും ചെറുപ്പക്കാരനും ഇദ്ദേഹമാണ് എന്ന് ഇതിൽ പ്രൊഫസർ സാനുമാഷ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മലയാളി ജീവിതത്തിൻ്റെ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിൽ മലയാളി ജീവിതത്തിനുണ്ടായ വിപര്യായങ്ങളെക്കുറിച്ചാണ്, മൂല്യച്യുതിയെക്കുറിച്ചാണ് ഈ നോവൽ. പെരിയാറിൻ്റെ തീരത്ത് ആലുവയ്ക്കടുത്തുള്ള ഒരു ഗ്രാമമാണ് ഈ നോവലിൻ്റെ പശ്ചാത്തലം. തച്ചനക്കര എന്ന ഈ ഗ്രാമത്തിലെ അയ്യാട്ടുംപിള്ളി എന്ന കുടുംബത്തിൻ്റെ കഥയാണ്. ഈ കുടുംബ പുരാവർത്തമാണ്. ആ കുടുംബത്തിൻ്റെ 3 തലമുറകളിലൂടെ കടന്നു പോകുന്ന അതാണ് ഈ നോവൽ. ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം, കേരളത്തെ സ്വാമി വിവേകാനന്ദനാണ് ഭ്രാന്താലയം എന്ന് വിളിച്ചത്. ജാതി ചിന്തയുടെയും മറ്റൊരിടത്തുമില്ലാത്ത തരത്തിലുള്ള തൊട്ടുകൂടായ്മയുടെയും ഒക്കെ എല്ലാത്തരം സങ്കുചിതത്വങ്ങളുടെയും ഒരു നാട് എന്ന നിലയ്ക്കാണ് വിവേകാനന്ദൻ കേരളത്തെ അങ്ങനെ വിശേഷിപ്പിച്ചത്. എന്നാൽ അതിനുശേഷം, അല്ലെങ്കിൽ 19-ാം നൂറ്റാണ്ട് മുതൽ ഒരു വലിയ നവോത്ഥാന കാലഘട്ടം നാം പിന്നിട്ടു. അതിനുശേഷം ദേശീയ പ്രസ്ഥാനം, കർഷക പ്രസ്ഥാനം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, ഇങ്ങനെ കേരളത്തിനെ പുതുക്കിപ്പെടുന്നു. കേരളം ഒരു ഭ്രാന്താലയത്തിൽ നിന്ന് ഇന്ത്യയിലെ ഏറ്റവും ആധുനികമായിട്ടുള്ള, ഏറ്റവും പുരോഗമനപരമായിട്ടുള്ള ലോകവീക്ഷണമുള്ള ഒരു സമൂഹമായി കേരളം മാറി. പക്ഷേ ഈ കഴിഞ്ഞ ഒരു 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടെയോ അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ തുടങ്ങി നേരെ തിരിച്ചുള്ള ഒരു യാത്രയാണ് മലയാളി സമൂഹം നടത്തിയത്. ഇന്ന് നമുക്കറിയാം, ഏറ്റവും ഒരേ സമയത്ത് രാഷ്ട്രീയ പ്രബുദ്ധവും പുരോഗമനപരവും പുരോഗമന കാര്യത്തിൽ ഏറ്റവും മുന്നിലും എന്നൊക്കെ നമ്മൾ അഭിമാനിക്കുമ്പോഴും ഇന്നത്തെ കേരളം നമുക്കറിയാം വളരെയധികം സാമൂഹ്യപരമായും മൂല്യപരമായും പിന്നോട്ട് പോയിരിക്കുന്ന ഒരു കാലമാണ്. ജാതി അഭിമാനം, മതാഭിമാനം, ആചാരബദ്ധത, സ്ത്രീവിരുദ്ധത, ഇതെല്ലാം ഇന്ന് കേരളീയ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതായത് 19-ാം നൂറ്റാണ്ടിൽ സ്വാമി വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ച കേരളം ഏതാണ്ട് പിന്നോട്ട് നടന്ന ഒരു കാലമാണ്. ഈ പിന്നോട്ട് പോക്കിനെയാണ്, ഈ പിന്നോട്ട് നടത്തയെക്കുറിച്ചാണ് ഈ നോവൽ. അത് ഒരു കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ, ഒരു കുടുംബത്തിന് ചുറ്റുമായി കേരളത്തിൻ്റെ ഈ വിപര്യായത്തെക്കുറിച്ച്, അതിൻ്റെ ഒരു പരിച്ഛേദമായിട്ടാണ് ഈ നോവൽ നമ്മുടെ മുമ്പിലെത്തുന്നത്. സുഭാഷ് ചന്ദ്രൻ്റെ സാഹിത്യ കൃതികൾ, പ്രത്യേകിച്ച് ചെറുകഥകളാണ് അദ്ദേഹം ഏറ്റവും ആദ്യം കൂടുതൽ എഴുതിയിട്ടുള്ളത്. ഇതാണ് ആദ്യത്തെ നോവൽ. അതിനുശേഷം വീണ്ടും ഇപ്പോൾ എഴുതിയിട്ടുണ്ട്. ഈ കഥകളിലൊക്കെ അദ്ദേഹത്തിന് വളരെ വളരെ ശ്രദ്ധാലുവായ ഒരു എഴുത്തുകാരനാണ്. അതിൻ്റെ ശില്പത്തിനെക്കുറിച്ച്, ആഖ്യാന ശൈലിയെക്കുറിച്ച്, ഭാഷയെക്കുറിച്ചൊക്കെ വളരെ, അദ്ദേഹം തന്നെ ഇതിനകത്ത് പറയുന്നുണ്ട്, പലതവണ ഞാൻ മാറ്റി എഴുതി ആണ് ചെറുകഥ തയ്യാറാക്കുന്നത്. അതുപോലെ ഈ നോവൽ സാമാന്യം വലിയ നോവലാണിത്. ഏതാണ്ട് 400ഓളം പേജുകൾ ഉള്ള ഈ നോവൽ അതേ കെട്ടുറപ്പും അതേ മുറുക്കം നമുക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഈ കഥയിലൂടെ, ഈ അയ്യാട്ടുംപിള്ളിയിലെ
തിന്മയുടെ അവതാരമായ ഒരു കാരണവരാണ് നാറാവിള. എല്ലാത്തരം വൃത്തികേടുകളുടെയും ഒരു മൂർത്തിയാണ് അദ്ദേഹം. സവർണ ജാതി ചിന്ത, സ്ത്രീവിരുദ്ധത, സ്വാർത്ഥത, ഹിംസ, ഇങ്ങനെ മനുഷ്യന് കാണാവുന്ന ഇന്നത്തെ മനുഷ്യരിലെ ഏറ്റവും മോശമായ എല്ലാ വശങ്ങളുമുണ്ട്. അതിൽ നിന്ന് അദ്ദേഹത്തിൽ നിന്ന് പല തലമുറകളായിട്ട് ഈ കുടുംബം വളരുകയാണ്. അപ്പോഴേക്കും തീർച്ചയായിട്ടും മനോഭാവങ്ങൾക്ക് മാറ്റം വരുന്നുണ്ട്, രീതികൾക്ക് മാറ്റം വരുന്നുണ്ട്. അതിൽ നിന്ന് പുരോഗമനകാരികൾ ഉയർന്നു വരുന്നുണ്ട്, യുക്തിചിന്തകർ ഉയരുന്നുണ്ട്, നന്മയുള്ള മനുഷ്യരുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾ. അദ്ദേഹത്തിൻ്റെ ഭാര്യ നന്മയുടെ അവതാരമാണ്. ഇങ്ങനെ ഒരു നമ്മുടെ കേരളത്തിൽ സമൂഹത്തിൽ വരുന്ന ആധിപത്യം വഹിക്കുന്ന ഈ തിന്മയുടെയും ഹിംസയുടെയും സ്വാർത്ഥതയുടെയും സങ്കുചിതത്വത്തിൻ്റെയും ഒക്കെ ഒരു ഒഴുകി മറിയുന്ന ഒരു പുഴ പോലെയാണ് ഈ കഥ, ഈ നോവൽ നമ്മുടെ മുമ്പിൽ അവതരിക്കുന്നത്. ഇതിലൂടെ ഈ കേരളത്തിൽ വന്ന ഈ അനുഭൂതികളെയും അനുഭവങ്ങളുടെയും, അങ്ങനെയാണ് സുഭാഷ് ചന്ദ്രൻ പറഞ്ഞത്, ഇത് ചരിത്രമല്ല, കേരളത്തിൻ്റെ മാറി വന്ന അനുഭൂതികളുടെ അനുഭവങ്ങളുടെ ഒരു കുറിപ്പാണ്. ജിതേന്ദ്രൻ എന്ന ഒരു ഏറ്റവും ആ തലമുറയിലെ ഏറ്റവും ഇളം മുറക്കാരൻ്റെ ഒരു നോവൽ രചനാ ശ്രമമായിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുമായിട്ടാണ് ഈ കഥ വികസിക്കുന്നത്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഈ മനുഷ്യരുടെ മാറ്റത്തോടൊപ്പം തന്നെ നമ്മുടെ ഈ നാട് എങ്ങനെയൊക്കെ മാറി, ഈ കഴിഞ്ഞ ഒരു 100 വർഷത്തിൽ നാടിന് വന്ന ചരിത്രപരമായ മാറ്റങ്ങളെല്ലാം സുഭാഷ് ചന്ദ്രൻ വളരെ രസകരമായി ഇത് വിവരിക്കുന്നുണ്ട്. 1920കളിൽ ശ്രീനാരായണ ഗുരു ആലുവയിൽ നടത്തിയ സർവമത സമ്മേളനം, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ആ പ്രദേശത്തിന് ആകെ ഉണ്ടാക്കിയ ഉണർവ്, അതിനുശേഷം യുക്തി, കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയെ പോലെയുള്ള യുക്തിവാദികളുടെ വരവ്, ഇടതുപക്ഷത്തിൻ്റെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കടന്നുവരവ്, ഇടതുപക്ഷത്തിൻ്റെ തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെയൊക്കെ പ്രവേശം, അതോടൊപ്പം ഭൗതികമായ സാഹചര്യങ്ങളിൽ വന്ന മാറ്റം, ആ കാലഘട്ടത്തിൽ ഈ നാടിന് വന്ന മാറ്റം, നഗരവൽക്കരണം വരുന്നു, പുതിയ റോഡുകൾ വരുന്നു, പാലങ്ങൾ, മാർത്താണ്ഡവർമ്മ പാലം ഇതിൽ പലതവണ ആവർത്തിച്ച് വരുന്ന ഒരു രൂപകമാണ് ആ മാറ്റം. റേഡിയോയുടെ പ്രവേശനം, ടെലിവിഷൻ, ഇങ്ങനെ കടന്നു പോകുന്ന ഓരോ ആ കൊച്ചു ഗ്രാമത്തിൽ കടകൾ മാറിയിട്ട് വലിയ കടകളായിട്ട് മാറുന്നു. അപ്പോഴേക്കും മനുഷ്യരുടെ ലോകവീക്ഷണം മാറുന്നു. ഇതെല്ലാം ഈ കാലഘട്ടത്തിൻ്റെ ചരിത്രത്തിലൂടെ, ഈ കുടുംബത്തിൻ്റെ ഒരാവർത്തത്തിലൂടെ മലയാളി ജീവിതത്തിന് വന്ന ഈ കഴിഞ്ഞ 100 വർഷത്തെ ഒരു ചരിത്രം, ഒരു മാറ്റം, ഒരു പരിണാമം, ഒരു പരിണതിയാണ് ഈ നോവലിൻ്റെ പ്രധാനപ്പെട്ട ഇതിവൃത്തം. കവികൾ ഇതിൽ പലതവണ അയ്യപ്പപ്പണിക്കരെ പോലെയുള്ളവരും വൈലോപ്പിള്ളിയെ പോലെയുള്ളവരും ഒക്കെ പലതവണ എഴുതിയിട്ടുള്ളതാണ്. പണ്ട് മനുഷ്യർ നടന്ന ഈ വീഥികളിലൊക്കെ എങ്ങനെയാണ് അധോമുഖവാനർ ജീവിക്കുന്നു, ഇത്തിരി വട്ടം ചിന്തിക്കുകയും ഇത്തിരി വട്ടം മാത്രം കാണുകയും ചെയ്ത് അവരെങ്ങനെ വരുന്നു, അല്ലെങ്കിൽ വലിയ മനുഷ്യരുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളെങ്ങനെ ആ വലിയ പുണ്യപുരാണം ഒരു മിഥ്യയായി മാറിയെന്ന അയ്യപ്പപ്പണിക്കരുടെ കവിതയുണ്ട്. അതിനോട് സമാനമായ ഒരു കാഴ്ചയാണ് ഈ സുഭാഷ് ചന്ദ്രൻ ഇതിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാഷ വളരെ പ്രശസ്തമാണ്. വളരെ ഇത്രയും ഒരു വന്യമായ സൗന്ദര്യം, പച്ച മലയാളത്തിൻ്റെ വന്യമായ സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്നതാണ് ഈ ഭാഷയും. അതിൻ്റെ ആ ഭാഷയിൽ വന്നിരിക്കുന്ന അതിൽ വളരെ ആ പ്രദേശത്തിൻ്റെ നാട്ടുവഴക്കങ്ങളുണ്ട്. അതോടൊപ്പം ഈ സാഹിത്യത്തിൻ്റെ ഒരു ഉന്നത തലങ്ങളിൽ നിന്ന് വിഹരിക്കുന്നതിന് പകരം മലയാളത്തിൻ്റെ പച്ച മലയാളത്തിൻ്റെ സൗന്ദര്യം, അത് നേരത്തെ പറഞ്ഞ പോലെ വളരെ പരിക്കൻ സൗന്ദര്യം ഇതിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഈ പുസ്തകത്തിൻ്റെ മനുഷ്യനൊരാമുഖം എന്ന ഈ പുസ്തകത്തിൻ്റെ എന്താ പറയുക, ഒരു മുഴുവൻ കുറുക്കാവുന്ന ഒരു വാചകം ഇതിനകത്ത് ജിതേന്ദ്രൻ തൻ്റെ കാമുകി ആൻമേരിക്ക് എഴുതിയ കത്തുകളിലൂടെയാണ് ഇത് ഓരോ ചാപ്റ്റർ തുടങ്ങുന്നത്, ഓരോ അധ്യായവും തുടങ്ങുന്നത് ആ കത്തുകളുടെ ഒരു അംശം. ആ കത്തുകളുടെ ഒരു അംശത്തിൽ നിന്ന് പിന്നെ കഥയിലേക്ക് പോവുകയാണ്. ധീരനും സ്വതന്ത്രനും സർവോപരി സർഗാത്മകനുമായ മനുഷ്യ ശിശു 60-70 വർഷം കൊണ്ട് ഭീരുവും പരതന്ത്രനുമായി തീർന്ന് സ്വന്തം സൃഷ്ടിപരത വംശവൃദ്ധിക്ക് വേണ്ടി മാത്രം ചെലവിട്ട് ഒടുവിൽ വൃദ്ധവേഷം കെട്ടിയ വലിയൊരു കുട്ടിയായി മരിച്ചു പോകുന്നതിനെയാണ് മനുഷ്യജീവിതം എന്ന് പറയുന്നതെങ്കിൽ, പ്രിയപ്പെട്ടവളെ, മനുഷ്യനായി പിറന്നതിൽ എനിക്ക് അഭിമാനിക്കാൻ ഒന്നുമില്ല. ഇങ്ങനെ ഒരു ഇരുണ്ട കഥയാണ്, ഒരു ഇരുണ്ട സാഹിത്യമാണ്, അല്ലെങ്കിൽ ഒരു ഡിസ്റ്റോപ്പിയൻ എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയുന്ന തരത്തിലുള്ള വളരെ വളരെ വിഷാദപൂർണവും ഇരുണ്ടതുമായിട്ടുള്ള ഒരു കഥയാണ് വാസ്തവത്തിൽ ഈ മനുഷ്യനൊരാമുഖം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പക്ഷേ അതിനർത്ഥം ഇതൊരു എന്താ പറയുക, അങ്ങനെ നിരാശയുടെയും ദുഃഖത്തിൻ്റെയും പടുകുഴിയിൽ
അഭിരമിക്കുന്ന ഒരു പുസ്തകമാണ് അല്ലെങ്കിൽ ഒരു കൃതിയാണ് എന്ന് പറയാൻ വയ്യ. അതിൽ പ്രത്യേകിച്ച് സാനു മാസ്റ്റർ, MK സാനു മാസ്റ്റർ ഇതിനെപ്പറ്റി, ഈ പുസ്തകത്തിനെപ്പറ്റി പറയുന്നുണ്ട്. മനുഷ്യനായി പിറന്നതിൽ എനിക്ക് അഭിമാനിക്കാൻ ഒന്നുമില്ല എന്നൊരു ദർശനമാണത്. നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കുന്നതും ചിന്തിക്കും തോറും നമുക്ക് മനുഷ്യനെ പുനഃസൃഷ്ടിക്കാൻ ആഗ്രഹം സൃഷ്ടിക്കുന്നതുമായ ദർശനം. ഒരു കൃതി സ്വാധീനം ചെലുത്തുക എന്ന് പറയുന്നത് ഇതാണ്. ഒരു കൃതി ഒരു വെല്ലുവിളിയായി തീരുക. നമുക്കെല്ലാവർക്കും വൈമനസ്യം ചിന്തിക്കുന്ന കാര്യത്തിലാണ്. ഈ നോവൽ നമ്മുടെ ആലോചനയെ ഉദ്ദീപിപ്പിക്കുന്നു. ആലോചനയിലൂടെ മനുഷ്യൻ്റെ അന്തസ്സ് വീണ്ടെടുക്കേണ്ടത് എങ്ങനെ, എല്ലാത്തരം സാഹചര്യങ്ങളുടെയും വെളിച്ചത്തിൽ ഇതെങ്ങനെ അർത്ഥപൂർണ്ണമാക്കാൻ പറ്റും, എങ്ങനെ ലോകത്തിൽ മനുഷ്യനായി പിറന്നതിൽ അഭിമാനിക്കാൻ പറ്റും എന്നൊക്കെ ആലോചിക്കാൻ പ്രേരിപ്പിക്കുന്നു. അതിനാൽ തന്നെ ശുഭാപ്തി വിശ്വാസം ജനിപ്പിക്കുന്ന ഒരു നോവലായിട്ടാണ് ഞാനിത് കണ്ടത്. ഇങ്ങനെ ഈ പുസ്തകത്തിൻ്റെ ദാർശനികമായ തലങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ പലതരത്തിലുള്ള കാഴ്ചപ്പാടുകൾ തീർച്ചയായിട്ടും ഉണ്ടാകാമെങ്കിലും മലയാള സാഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ വളരെ ഏറ്റവും പ്രാമാണികമായ കൃതികൾ ഈ കഴിഞ്ഞ നൂറ്റാണ്ട് മുതൽ ഈ നൂറ്റാണ്ട് വരെ നീളുന്ന ഈ കാലഘട്ടത്തിലെ 2 നൂറ്റാണ്ടിലെ ഏറ്റവും പ്രാമാണികമായ സാഹിത്യകൃതികളുടെ നിരയിൽ തന്നെ സുഭാഷ് ചന്ദ്രൻ്റെ മനുഷ്യൻ്റെ ആമുഖത്തിന് അതിൻ്റെ അർഹമായ സ്ഥാനമുണ്ട് എന്നുള്ളതിന് ഒരു സംശയമില്ല.